കരിമ്പാറയുടെ ഒക്കെ ഒരു ഇടപാട് വെറുതെ മനുഷ്യനെ കെടുത്താൻ ഈ കാട്ടുമുക്കില പറയാൻ പറ്റില്ലെന്നേ. വല്ല കള്ളന്മാരും കയ്യിലൊന്ന് ചാടിയാലോ? കള്ളന്മാരും എന്റെ കയ്യിൽ വന്ന് ചാടാൻ വേണ്ടി ഇങ്ങനെ ഉറക്കൊഴിച്ച് നടക്കല്ലേ? അവർക്ക് ഫുൾ നൈറ്റ് വരെ പണി ഉണ്ടാക്കാന്. ഇത് വെറുതെ ഉറക്കുളക്കാൻ വേണ്ടി ഞാൻ ഏതായാലും പോയി ഉറങ്ങാൻ പോവാ. താനും പോയി കിടന്നോ. എന്നാലും നമ്മുടെ ഡ്യൂട്ടി കുന്തം. ഇനി ഇപ്പൊ രാത്രി മഞ്ഞും കൊണ്ട് ഉറക്കൊഴിഞ്ഞ് നടന്നാൽ കിട്ടാൻ പോയല്ലേ രാഷ്ട്രപതിയുടെ. താൻ വേണേ നടന്നു, ഞാൻ പോയി കിടന്ന് ഉറങ്ങാൻ പോവാ. നമുക്ക് വീട്ടില് പെണ്ണും പിടക്കോഴൊക്കെ ഉള്ള ആചാനെ. ഗുഡ് നൈറ്റ്. അവിടെ നിൽക്കാൻ മോശം. അവിടെ നിൽക്കാൻ ആള് പോയതുണ്ടല്ലേ? അവൻ ഇതിനകത്തോട്ട് കയറിയെന്നാ തോന്നുന്നു. എന്തുവാ സാറേ, എന്ത് പറ്റി? ഒരു കള്ളൻ ഇതിനകത്തേക്ക് പോയിട്ടുണ്ട്. അയ്യോ, എന്റെ ഈശോ വിശ്വ തമ്പുരാനെ. തേങ്ങാക്കള്ളം നാണുമായിരിക്കും സാറേ. ഞാനൊന്ന് കേറി നോക്കിയല്ലോ. ഇങ്ങോട്ട് വലിച്ച് പുറത്തിടണം സാറേ. അവന്റെ കഥ നിങ്ങൾ കഴിച്ചു തരാം. കേറി നോക്കാല്ലേ? ഒന്ന് കേറി നോക്കണം സാറേ. ചെല്ലണം സാറേ. കഴിവേണ്ട പോനെ. കള്ളം പോയി. പുറകു വശത്ത് വെയിൽ പിടിച്ചവൻ ആ വഴി പോയി. വഴിയില്ല. നിങ്ങൾ ഈ വഴി വിട്ടോ? വടക്കക്കര സ്റ്റേഷൻ. ഇത് പോസ്റ്റ് ഓഫീസിൽ നിന്നാ. ഇവിടെ മാർക്കറ്റിൽ ആകെ പ്രശ്നമാ. ഉടൻ പോലീസ് എത്തിയേ പറ്റൂ സാർ. കാര്യം പറയോ സാർ? ഫയൽമാൻ അറുപതിലേക്ക് ഭ്രാന്തമായിരിക്കുന്നു സാർ. അത് ഇങ്ങോട്ട് വിളിച്ചിട്ട് എന്താ കാര്യം? ആശുപത്രി കൊണ്ടുവന്ന് നോക്ക്. ആരും അടുക്കുന്നില്ല സാർ. അടിച്ച് താഴെ ഇടുക. അയ്യോ സാർ, ഒരു കട തല്ലി തകർത്തു കഴിഞ്ഞു സാർ. ഒരു വാൻ പോലീസെങ്കിലും ഉടനെ കയറ്റിയേ പറ്റൂ സാർ. വരാം. താങ്കളൊന്ന് കീറാതെ. ശ്രീനിവാസൻ മാർക്കറ്റിന് അവിടെ ഒരുത്തം കിടന്ന് ബേളം ഉണ്ടാക്കുന്നു. എന്നെ വിളിച്ചോണ്ട് വാ. ബലം എടുക്കണോ സാർ? വേണ്ട, ചെന്ന് വിളിച്ചാ മതി, കൂടെ പോരും. എങ്ങോട്ടാ സൈക്കിളിൽ പറക്കുന്നേ? ഒരു പുള്ളി അറസ്റ്റ് ചെയ്യാൻ പോവാ. ഒറ്റയ്ക്കോ? പിന്നല്ലാതെ. എസ് ഐ സാറിന് എന്നോടുള്ള പ്രത്യേക താല്പര്യം കൊണ്ട് ഇങ്ങനത്തെ പല കേസുകൾക്ക് എന്നെ തനിച്ചാ വിടാറ്. എന്റെ പേരിലുള്ള വിശ്വാസം കൊണ്ടാണേ. അതെ. സംസാരിച്ച സമയമില്ല, ഞാൻ പോട്ടെ. അടിക്കല്ലേ സാറേ, മുഴുവൻ വട്ട. ഇപ്പൊ 4-5 അടിച്ച് താഴെ ഇട്ടതേ ഉള്ളൂ. ഞാൻ സംസാരിച്ചു നോക്കാം. എന്താ പേര്? ആർമുഖമുള്ള സാർ. ഒറ്റയ്ക്ക് പോകാതിരിക്കാണ് ബുദ്ധി. സാറേ പോലെ സാറേ. സാറേ പോകല്ലേ. അടി അടുത്ത് വന്ന അടി കൊല്ലി. ഇട്ടോ
നമുക്ക് സ്റ്റേഷനിലേക്ക് പോവാം. ഇങ്ങനെ കിടന്ന് നിലവിളിക്കാതെ ശ്രീനിവാസ, ചൂട് പിടിച്ചില്ലെങ്കിൽ നീര് വരും. കുട്ടികളെ പോലെ കിടന്ന് കരയാ. ഒന്ന് അടങ്ങി കിടക്കണോ? സൈക്കിളിലെ പറക്കല് കണ്ടപ്പോഴേ ഞാൻ കരുതിയതാ. ഇതാ ഇപ്പൊ പിടിച്ചോണ്ട് വരാന്ന് പറഞ്ഞല്ലേ പോയത്. പിന്നെ വാങ്ങിക്കുന്നതിന്റെ അയാൾ എന്നെ എടുത്തെറിയ ഞാൻ വിചാരിച്ചോ? എടോ, മുഴുവട്ടുള്ള ഒരുത്തനെ, അതും പർവ്വതം പോലെ ശരീരമുള്ള പിള്ളയെ താനല്ലാതെ കേറി പിടിക്കാൻ പോകും. അല്ല, തന്നെ ഒറ്റയ്ക്ക് ആ കരിമ്പാറ അങ്ങോട്ട് അയച്ചല്ലോ എന്ന് ഓർക്കുമ്പോഴാ. അതെ, അയാൾക്ക് തന്നോട് എന്തെങ്കിലും വിരോധമുണ്ടോ? ഏജൻസി ഇടത്തരക്കാരന് ഒരു താങ്ങായി തണലായി എത്രയോ വർഷമായി സേവന രംഗത്തുള്ള ലക്കി സ്റ്റാർ ഏജൻസി വടക്കേക്കരയിലും പ്രവർത്തനം ആരംഭിക്കുകയാണ്. ലക്കി സ്റ്റാർ ഏജൻസി നാളെയാണ്. നാളത്തെ പ്രഭാതത്തിന്റെ പൊന്നിൻ കിരണങ്ങൾ വടക്കേക്കരയെ തഴുകുമ്പോൾ നിങ്ങളുടെ കണ്ണിലുണ്ണിയായ ബഹുമാനപ്പെട്ട സബ് ഇൻസ്പെക്ടർ കരിമ്പാറ മാർത്തൻ അവർ ഉദ്ഘാടനം നിർവഹിക്കുന്നു. ലക്കി സ്റ്റാർ ഒന്നൊഴിയുന്നേ, മാറിയുന്നേ. ജീപ്പേ മാറിക്ക മാറാൻ പറ ഇവരെ. ഈ ഇൻസ്റ്റാൾമെന്റ് എന്നും പറഞ്ഞ് നാട്ടുകാരെ പറ്റിക്കുന്ന ഒരു കൂട്ടർ ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനൊന്നും അല്ലല്ലോ. അയ്യോ, അങ്ങനെയൊന്നും അല്ല സാർ. നാട്ടുകാരുടെ സഹകരണം ഉണ്ടെങ്കിൽ ഇതൊരു സേവന പരിപാടി തന്നെയാണ്. കാര്യമായൊരു ലാഭം ഞങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടുന്നില്ല. ലാഭത്തിനേക്കാൾ സ്ഥാപനത്തിന്റെ വളർച്ചയും പരസ്യവും. ഇതൊക്കെ തന്നെ എല്ലാരും ആദ്യം പറയുന്നത്. ഇതിന്റെ ഓണർ ആരാന്നാ പറഞ്ഞേ? സേട്ട്, സുലൈമാൻ സേട്ടെന്ന് പറയും. ആ, നടക്കട്ടെ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരാം. അല്പം വീട്ടു സാധനങ്ങൾ എനിക്കും ആവശ്യമുണ്ട്. വരണം സാർ. വരട്ടെ, കാണാം. നമസ്കാരം സാർ. ആ, ആ. അല്ല, ചേട്ടന്മാരൊക്കെ ഇങ്ങനെ നിന്നാ മതിയോ? ഒന്ന് അകത്തോട്ട് വന്ന് കയറി കണ്ടിട്ട് പോവാം. ബുക്കിംഗ് ഇന്നലെ തുടങ്ങിയാണ്. അല്ല, എല്ലാവരും പോയാലോ? അല്ല, അകത്തോട്ട് നിൽക്കാം. അല്ല, ഇങ്ങനെ സാർ സാർ എന്താണോ, എന്ത് കോടാലും കൊണ്ടാ വരവ്? സാർ പള്ളിയുടെ പറയിലെ റെയിൽവേ ആരോ തല വെച്ചിരിക്കുന്നു. എന്നിട്ട് ഇങ്ങോട്ടാണോ ഓടി വരിക? ആരോട് തലയെടുക്കാൻ പറ. എന്റെ ഈശ്വര, വണ്ടി വരുമ്പോ തല തെറിച്ചു പോവുമല്ലോ. തെറിച്ചു പോയി സാർ. പോയിക്കോ. ശ്രീനിവാസ, നീ കോട്ടേഷൻ എസ് യോട് വിവരം പറ. ചെല്. പോയതെല്ലാം എന്താണ് വിളിക്കുക? ഉത്സവം കണ്ടു. ഏത് വണ്ടിക്കാണോ പണ്ടാരം തല വെച്ചത്? 9:45 മെയിലായിരിക്കും സാർ. ബോഡി ഇപ്പൊ എന്ത് ചെയ്യും? എന്ത് ചെയ്യാനാ? ശരിയായ വെളിച്ചമില്ലാത്തതുകൊണ്ട് ഇംഗ്ലീഷ് തയ്യാറാക്കാൻ പറ്റുന്നില്ല സാർ. നാളെ എടുക്കാം. ആളെ നിർത്തണം. അല്ല, ഡ്യൂട്ടിക്ക് മൊയ്തീനില്ല. കുറുപ്പാണി വീട്ടിൽ പോയി. സ്റ്റേഷൻ ഡ്യൂട്ടിക്ക് പിന്നെ ഇയാളെ നിൽക്കട്ടെ. ഒറ്റയ്ക്കോ സാർ? ഞാൻ കൂടെ വേണമെങ്കിൽ. അതിന് പേടിയുണ്ടോ? ഉണ്ടോടെ? ഇല്ല സാർ. ആ, അയാൾക്ക് പേടിയൊന്നുമില്ല. നീ അഥവാ ഉണ്ടെങ്കിൽ തന്നെ ഇങ്ങനെയൊക്കെയാ മാറുന്നത്. സാർ. ആ, പിന്നെ ഉറങ്ങരുത്. തല കുറുക്കം കൊണ്ടുപോകും. സാർ. തന്റെ അല്ല, ശവത്തിന്റെ. വളരെ ഓ, വിഷമുണ്ടോ ഒറ്റയ്ക്ക് നിൽക്കാൻ? ഇല്ല സാർ. ഉറങ്ങരുത്. ആ, അർജുനൻ ഫൽഗുണൻ പാർത്തൻ വിജയനും വിശ്വതുമായി ഉറപ്പിനും കിരീടിയും ചേതാർജുനന്ദം ധരഞ്ജയൻ വിഷ്ണുവും ഭീതികരവും സർവം സായുധവും 10 നാമങ്ങളും വെച്ചും ഭയങ്ങളെ എന്ന് പോകുന്നുണ്ടെങ്കിൽ അയ്യോ, അർജുനൻ പാർത്തൻ കിരീടം. അർജുനൻ പാർത്തൻ വിജയൻ. അയ്യോ,